കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആകുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇനി കെ സുരേന്ദ്രനാണോ ശോഭാ സുരേന്ദ്രനാണോ എന്നുള്ളതും ചർച്ചയ്ക്ക് വരേണ്ടതാണ്. എന്തായാലും BJP ഒരുമിച്ച് പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും മുഖം മിനുക്കാനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ തിളക്കമേറിയ വിജയം വന്നതുകൊണ്ട് തന്നെ മോദി മന്ത്രിസഭയും BJPയും ഒരുപോലെ പുതുക്കാനുള്ള സംവിധാനം നടക്കുന്നു. വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം, ഇന്ന് ശനിയാണ്, വ്യാഴാഴ്ച അമിത്ഷായും ആഭ്യന്തര സംഘടനാ ജനറൽ സെക്രട്ടറി, അതായത് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും നിതിൻ നബീനും തമ്മിൽ BJPയുടെ പ്രസിഡന്റ് നിതിൻ നബീനും മുൻ പ്രസിഡന്റ് അമിത്ഷായും BL സന്തോഷും തമ്മിൽ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൻ്റെ ചർച്ച വരുന്നത് സ്വാഭാവികമായും കൃത്യമായ ഒരു ആളുകളെ മാറ്റുന്നതാണ്. ദേശീയ വൈസ് പ്രസിഡന്റുമാരായിരിക്കണം, ജനറൽ സെക്രട്ടറിമാരായിരിക്കണം, സെക്രട്ടറിമാരായിരിക്കണം. ഇവരിൽ പുതിയ മുഖങ്ങൾ കടന്നു വരും. അതിലേക്ക് കേരളത്തിൽ നിന്നുള്ള MT രമേശോ കെ സുരേന്ദ്രനോ പിന്നെ ശോഭാ സുരേന്ദ്രനോ അതുപോലെ തന്നെ പിന്നെ ഷോൺ ജോർജോ പിന്നെ അനൂപ് ആൻ്റണിയോ അനിൽ ആൻ്റണിയോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മന്ത്രിസഭയുടെ പുതുക്കലും വരുന്നു. നിലവിൽ വാണിജ്യ മന്ത്രിയായിരിക്കുന്ന പീയൂഷ് ഗോയൽ, അദ്ദേഹം നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കുറച്ചു കാലം വഹിച്ചിരുന്നു. അദ്ദേഹം പുനഃസംഘടന കഴിയുമ്പോൾ ധനമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുള്ളത്. നിലവിലെ ധനകാര്യമന്ത്രിയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ ഈ കുറേ നീറ്റും UGC വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കോക്രോച്ച് പാർട്ടിയൊക്കെ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കണമെന്നാണ്. മിക്കവാറും ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മുൻ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ശക്തികാന്ത ദാസ് മോദി, അതൊരു മോദി തന്നെയാണ്, ദാസ് മോദിയെ സർക്കാരിൻ്റെ പുതിയ ധനമന്ത്രിയാകുമെന്നുള്ള ഒരു അഭ്യൂഹവും ഡൽഹിയിൽ വളരെ ശക്തമാണ്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് RBIയുടെ മുൻ ഗവർണറായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ശക്തികാന്ത ദാസ് മോദിയെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കുന്നത്. ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പഞ്ചാബിൽ കൂടുതൽ പ്രാധാന്യം മോദി മന്ത്രിസഭയിൽ പുനഃസംഘടന ലഭിച്ചേക്കാം. തരുൺ ചുങ്, അടുത്തിടെ AIPയിൽ നിന്ന് എത്തിയ രാഘവ് ഛത്ത എന്നിവർക്കും കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയിൽ വലിയ സാധ്യതയാണ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ്, പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ആ ഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാർ കൂടാം. അങ്ങനെ കൂടുമ്പോൾ കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം മാറിയ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം ഉയരാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനോ ഇനി ന്യൂനപക്ഷത്തിന് തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അനൂപ് ആൻ്റണിയോ അല്ലെങ്കിൽ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയോ, ഇവരെല്ലാം BJPയിൽ ശക്തരായ മോദിയുടെ ഗുഡ് ബുക്കിലുള്ള നേതാക്കളാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഇനി ഇതെല്ലാം വെട്ടിക്കൊണ്ട് പുതിയ ആരെങ്കിലും മന്ത്രിയാകുമോ? അതെപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതിന് സദാനന്ദ മാസ്റ്ററുടെ പേരും ഇതിനിടയ്ക്ക് കറങ്ങുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അത് വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ് ആ പേര്, പക്ഷേ ഇപ്പോൾ അത്ര കേൾക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ ഫസ്റ്റിൽ നിൽക്കുന്നത് കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, അനിൽ ആൻ്റണി, അനൂപ് ആൻ്റണി, ഇങ്ങനെ ഒരു നിരയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഈ വരുന്ന ആഴ്ച ജൂലൈ, നേരത്തെ പറഞ്ഞു ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തെ ആഴ്ച നടക്കുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് വലിയ പ്രാതിനിധ്യം ദേശീയ തലത്തിൽ മന്ത്രിസഭയിലും ഉണ്ടാകും, പിന്നെ പാർട്ടിയിലും BJPയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്.